ആദ്യം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫോം ഒരുമിച്ച് ലഭിച്ചില്ല എന്നുള്ളതാണ്. 300 ഫോം, പിന്നെ ഒരു 800ാമത്തെ ഫോം, അങ്ങനെ കുറേശ്ശെ ഫോം ലഭിച്ചപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഫോം കൊടുക്കാൻ 3 പ്രാവശ്യം പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അത് വനിതാ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വീട്ടിൽ 3 തവണ പോയി ഇരുന്ന് ഫോം ഫില്ല് ചെയ്ത് രാവിലെ 8:30 മുതൽ രാത്രി ഒരു 9-9:30 വരെയും ഞാൻ ഉൾപ്പെടുന്ന ബാക്കി എല്ലാവരും ഇവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അത് ശനിയെന്നോ ഞായറെന്നോ ഇല്ലാതെ നമ്മൾക്ക് പോകേണ്ടി വന്നു. പിന്നെ ടാർജറ്റ് എന്ന് പറഞ്ഞ് ഫിനാൻസുകാർ അവരുടെ ജീവനക്കാരോട് കാണിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ, വില്ലേജ് ഓഫീസർമാർ തന്നെ ടാർജറ്റ് എഴുതിയിട്ടിട്ട് ആ ടാർജറ്റ് തികയ്ക്കണം. അത് എല്ലാ ദിവസവും എക്സൽ ഷീറ്റ് ഇടുമ്പം ലൈറ്റ് ഗ്രീൻ, റെഡ്, ബ്ലൂ ഇങ്ങനെ പല കളറിലിടും. അപ്പൊ റെഡിൽ ഉൾപ്പെടുന്നവരെന്ന് പറയുന്നത് ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തവരാ. അപ്പൊ അച്ചീവ് ചെയ്യാത്തതിന്റെ കാരണം അവർ തിരക്കുന്നില്ല. പകരം നിങ്ങൾ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും, നിങ്ങൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് വരെ പല വില്ലേജ് ഓഫീസർമാരും പറയുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോയത്. ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ നമ്മൾ അനീഷ് ജോർജിന്റെ മരണത്തെ തുടർന്ന് നമ്മൾ BLOമാര് പണി മുടക്കി. എന്ന് വെച്ചാൽ പണി മുടക്കി എന്ന് പറഞ്ഞാൽ ഫോം കൊണ്ട് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടേതായ ജോലികൾ ഇതിനകത്ത് ചെയ്തു. ഇതിനകത്ത് വില്ലേജ് ഓഫീസർ നമുക്ക് മെസ്സേജ് അയച്ചു, പണിമുടക്കിൽ പങ്കെടുത്തവരുടെ പേര് വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണമെന്ന്. നമ്മളെ കൊടുക്കുന്നില്ല എന്നാൽ പോലും അത് കഴിഞ്ഞ് രാത്രി 9 മണിയായപ്പം സാധാരണ സൂം മീറ്റിംഗിൽ നടത്തുന്ന മീറ്റിംഗ് ഇന്നലെ ഞങ്ങളോട് പറയുന്നു, ഒരു ടീം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം, അതിനകത്താണ് നിങ്ങൾക്ക് മീറ്റിംഗ് നടത്തുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങുകൾ മാത്രം, ഗൂഗിൾ മീറ്റുകൾ മാത്രമായിട്ടാണ് SIRനെ ചുരുക്കിക്കൊണ്ടു പോകുന്നത്. നമുക്ക് വ്യക്തമായ ഒരു പരിശീലനം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതെന്ത് ചെയ്യണം എന്നൊരു പരിശീലനം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 10:30 മണിയായപ്പോഴും ഗൂഗിൾ മീറ്റ് ആ ലിങ്കിൽ കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞാൻ കയറിയില്ല, ഇനി ബാക്കിയുള്ളവർ കയറിയില്ലെന്ന് എനിക്കറിയത്തില്ല. ആ ആപ്പും വർക്ക് ചെയ്തില്ല, ഗൂഗിൾ ലിങ്കിലോട്ട് കയറാനും പറ്റില്ല. അപ്പം ഇവര് ഈ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മൾ ഇരുന്ന് ഫോം ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ, അതും ഫോണിലായതുകൊണ്ട് നമുക്ക് ഫോണിൽ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. അപ്പൊ രാത്രിയിൽ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് നമുക്ക് പറ്റത്തില്ല. രാവിലെ വീണ്ടും ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ. രാവിലെ വീണ്ടും ഈ പ്രൊസീജിയർ തുടങ്ങി 30 ദിവസത്തേക്കെന്ന് പറഞ്ഞ് കാലാവധി തന്നിട്ട് 12ാമത്തെ ദിവസം മുതൽ ടാർഗറ്റ് 100% ആക്കണം. ഈ ഒരു പ്രഷർ നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. അതുകൊണ്ട് അത് സ്ത്രീ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് വീട്ടിലും ജോലി ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ജോലി ചെയ്ത് ഇതിന്റെ കൂടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി.